ഷോറൂമായ മ്യൂബൽ ഗ്രാൻഡ് ഫർണിച്ചർ ഇന്റീരിയേഴ്സ് പ്രവർത്തനം ആരംഭിച്ചു. ആറ്റിങ്ങൽ വീരളത്ത് 3 നിലകളിലായി ഒരുക്കിയിരിക്കുന്ന മ്യൂബലിന്റെ ഉദ്ഘാടനം ചലച്ചിത്രതാരം ഗിന്നസ് പക്രു നിർവഹിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം തന്നെ കാരണം ആറ്റിങ്ങലെ ഒരു വലിയ സ്ഥാപനം ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും വലിയൊരു ഫർണിച്ചർ ഷോപ്പാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ബ്രാൻഡ് അംബാസഡർ ആകുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പ്രത്യേകിച്ച് ഫർണിച്ചർ ഷോപ്പിൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ സഹകരിക്കുന്നത് ഫർണിച്ചർ ഷോപ്പുമായിട്ട്. അപ്പം സ്വാഭാവികമായിട്ടും അതൊരു വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം ഒരു വീട് എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ സ്വപ്നമാണല്ലോ. ആ സ്വപ്നത്തിന് കൂടുതൽ നിറം നൽകുന്നതാണ് അതിനുള്ളിൽ വരുന്ന ഈ ഫർണിച്ചറുകളും ഇൻറ്റീരിയർ പ്രൊഡക്ട്സും എല്ലാം തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ആറ്റിങ്ങലുള്ള ഒരുപാട് വീടുകളെ കളർഫുള്ളാക്കാൻ വർണ്ണാഭമാക്കാൻ മ്യൂബലിന് കഴിയട്ടെ. എന്നെ ക്ഷണിച്ചതിൽ പ്രത്യേകം നന്ദിയുണ്ട്. ഒപ്പം തന്നെ ഇന്നത്തെ ഈ ഇനാഗുറേഷൻ്റെ ദിവസം ഇത്രയും രാവിലെ തന്നെ ഇത്രയും ആൾക്കാരെ കാണാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സന്തോഷമുള്ളൊരു കാര്യം. ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ ജെനുവിനാണ്. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങളിലൊക്കെ സ്ഥാപനം ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിപ്പം മ്യൂബലിൻ്റെ തന്നെ 10ാമത്തെ ഷോറൂമാണ്. അത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നൊരു വലിയ സ്ഥാപനമാണ് മ്യൂബൽ. അപ്പോൾ അതൊരു വലിയ സന്തോഷം. പിന്നെ ഇതിനകത്ത് ഇന്നത്തെ ഇനോഗ്രേഷൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എനിക്ക് സന്തോഷം തോന്നിയത് എൻ്റെ കൂട്ടുകാർ അത്ഭുത ദ്വീപിലും ഒക്കെ അഭിനയിച്ച കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ, എന്നെ അക്കമ്പനി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഒരു വലിയൊരു അവസരമാണ്, ഒരു വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ അവരെ ഉൾപ്പെടുത്തി. അതുപോലെ തന്നെ നമ്മുടെ ആറ്റിങ്ങിലെ തന്നെ അത്യാവശ്യം ആദരണീയരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഒപ്പം തന്നെ ഇങ്ങനെ ഒരു നല്ല ദിവസം നമുക്ക് ഇവിടെ വരാൻ കഴിഞ്ഞതിലും ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിലും ഒക്കെ വ്യക്തിപരമായി ഒത്തിരി സന്തോഷമുണ്ട്. ചടങ്ങിൽ ആറ്റിങ്ങൽ MLA OS അംബിക, ആറ്റിങ്ങൽ നഗരസഭാ ചെയർമാൻ M പ്രദീപ്, വാർഡ് കൗൺസിലർ ബിനു, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് പ്രസിഡന്റ് പൂജ ഇക്ബാൽ, തോട്ടക്കാട് ശശി, ന്യൂ രാജസ്ഥാൻ മാർബിൾസ് MD വിഷ്ണു ഭക്തൻ, ആറ്റിങ്ങൽ നഗരസഭാ കൗൺസിലർമാർ മ്യൂബൽ MD അലി അസ്കർ, ഫാസിൽ, ദീപുലാൽ, അനിൽ ആറ്റിങ്ങൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 32 വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നിർധരരായ 32 പേർക്ക് ഫർണിച്ചറുകൾ നൽകി. കൂടാതെ ഉദ്ഘാടന വേളയിൽ സന്നിഹിതരായവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 6 പേർക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായും നൽകി. ഇതിനു മുന്നോടിയായി പെട്രോൾ ചലഞ്ചിന്റെ കൂപ്പൺ ഞാറുക്കെടുപ്പും നടന്നു. ഒപ്പം ഞാറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 10 പേർക്ക് 5,900 രൂപയുടെ സോഫ, മറ്റു 10 പേർക്ക് 6,900 രൂപയുടെ 3 ഡോർ അലമാര, അടുത്ത 10 പേർക്ക് 3,900 രൂപയുടെ സ്പ്രിംഗ് മാട്രസ് എന്നിവയാണ് സമ്മാനമായി നൽകിയത്. മ്യൂബൽ ഫർണിച്ചറിന്റെ വേറിട്ട ഉദ്ഘാടന ചടങ്ങ് ജനമനസ്സുകളിൽ ഇടം നേടിയിരിക്കുകയാണ്. ഉദ്ഘാടന വേളയിൽ നിരവധി ഓഫറുകളും ചലഞ്ചുകളുമാണ് മ്യൂബൽ നൽകിയിരിക്കുന്നത്. മ്യൂബൽ ഫർണിച്ചറിന്റെ 10ാമത്തെ ഷോറൂം മ്യൂബൽ ഗ്രാൻഡ് ഇന്ന് ഗിന്നസ് പക്രുവിൻ്റെ മഹനീയമായ കരങ്ങളാൽ ഇന്ന് ആറ്റിങ്ങലിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി നമുക്ക് നിരവധി ഓഫറുകൾ നമ്മൾ മ്യൂബലിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 5,900-നും 6,900-നും ഫർണിച്ചർ ഐറ്റംസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ റഷ് കാരണം ഈ മ്യൂബൽ ഫർണിച്ചറിൻ്റെ ഇനാഗറൽ ഓഫർ ഈ ഒരു മാസം ജനുവരി 31 തീയതി വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്നത്തെ ഫംഗ്ഷനിൽ നമ്മൾ മ്യൂബൽ കെയർ എന്നുള്ളൊരു സംരംഭം, അതായത് നമ്മുടെ 32 കൗൺസിൽ മെമ്പേഴ്സിൻ്റെ കീഴിൽ നമ്മൾ സെലക്ട് ചെയ്യപ്പെട്ട ഏറ്റവും അർഹരായ 32 ഫാമിലിക്ക് നമ്മൾ ഫർണിച്ചറുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മ്യൂബലിൻ്റെ 16ാമത്തെ ആനിവേഴ്സറി കൂടിയാണ് നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ഓഫറുകൾ, സമ്മാനങ്ങളും സ്കൂട്ടറുകളും അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ നമ്മുടെ മ്യൂബലിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരെയും നമ്മൾ മ്യൂബലിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം.
അതുപോലെ നിങ്ങളാണ് നമ്മുടെ ശക്തി. അതുപോലെ നമ്മൾ മ്യൂബലിൻ്റെ വളർച്ചയിൽ നമ്മുടെ കസ്റ്റമേഴ്സിനോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ബിസിനസ് ഡെസ്ക് HP ന്യൂസ്.